ശരിയാണ്, ഇൻട്രോവേർട്ടിസം നമ്മളിൽ പലരെയും കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷനിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. നമസ്കാരം. സിംപ്ലി 5-ൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നല്ല ഓൺട്രപ്രണർ ആവണമെങ്കിലും നല്ല ഒരു ടീം പ്ലെയർ ആവണമെങ്കിലും ആദ്യം വേണ്ടത് ഒരു ടീം സ്പിരിറ്റാണല്ലേ. അതിന് നിർബന്ധമായും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം, നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ അടുത്ത് അധികം സംസാരിക്കാൻ പറ്റൂല എന്ന്. ശരിയാണ്, ഇൻട്രോവേർട്ടിസം നമ്മളിൽ പലരെയും കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷനിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. എല്ലാവരിലും കുറച്ചൊക്കെ ഇൻട്രോവേർട്ടിസം ഉണ്ടാവാം, പക്ഷെ കൂടുതലായാലോ നമുക്ക് പലപ്പോഴും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ലീഡർ ആവാനോ ഇത് നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇൻട്രോവേർട്ടിസം മാറ്റാം? അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇൻട്രോവേർട്ടിസം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 5 ടിപ്സ്, അതാണ് നമ്മൾ സിംപ്ലിഫൈയുടെ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ പറഞ്ഞു പോകുന്നത്. ടിപ്പ് നമ്പർ 1, സ്മൈൽ ആൻഡ് അക്നോളജ്. നമ്മൾ പലപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ ഇനി അവരോട് സംസാരിക്കണമല്ലോ എന്നുള്ള ഭയത്തിൽ നമ്മൾ അവരെ കാണുമ്പോൾ മുഖം തിരിച്ച് അല്ലെങ്കിൽ കാണാത്ത ഭാവത്തിൽ പോവുകയാണ് കൂടുതൽ ചാൻസ്. പക്ഷെ അതിനെക്കാട്ടിലും നല്ലത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രോവേർട്ടിസം മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആൾക്കാരെ കാണുമ്പോൾ നന്നായിട്ടൊന്ന് ചിരിക്കാൻ ശ്രമിക്കുക. ചിരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു നോട്ട്, ഹായ്, നമസ്തേ എന്ന് വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാം. പക്ഷെ ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുക, അതിൽ നമ്മളവരെ കണ്ടു എന്നുള്ളതിൽ, അവരെ കണ്ടതിൽ നമുക്ക് സന്തോഷമുണ്ടെന്നുള്ളൊരു ഒരു രീതിയിൽ ഒരു അക്നോളജ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് നമ്മളുടെ അടുത്ത് ഒരു റീച്ച് ഔട്ട് ചെയ്യാനുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ദ ടിപ്പ് നമ്പർ 1 is സ്മൈൽ ആൻഡ് അക്നോളജ്. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചിരിക്കുമ്പോൾ അവരെ കണ്ടു കഴിഞ്ഞ് അവരെ അക്നോളജ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരിക്കാൻ വരും. പക്ഷേ ഇൻട്രോവേർട്ടായ നമുക്ക് ചിലപ്പം അതുപോലെ സംസാരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ബി എ പേഷ്യൻറ്റ് ലിസണർ. കേട്ടിരിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ആൻഡ് ഓൾസോ മേക്ക് ദം ഫീൽ നോട്ടിസ്ഡ്. നമ്മൾ അവർ പറയുന്നതിനെല്ലാം ഒന്നെങ്കിൽ അതെ, ശരിയാണ് എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ബി എ പേഷ്യൻറ്റ് ലിസണർ ആൻഡ് അക്നോളജ് ദെയർ ടോക്കിംഗ്. നമ്മൾ സ്ഥിരമായി ഒരാളെ കണ്ട് ചിരിക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നു, അക്നോളജ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലായി അവർക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നമ്മളും അത് തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടിപ്പ് നമ്പർ 3, അതായത് ഫോളോ അപ്പ് ഓൺ ദെയർ ലാസ്റ്റ് ഇൻട്രാക്ഷൻ. നമ്മളുടെ അടുത്ത് കഴിഞ്ഞ തവണ പറഞ്ഞിട്ട് പോയ കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ തന്നെ അവർ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ടൈം കാണുമ്പോൾ അവർ പറയണ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നതാണ്, എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും വയ്യാതെ കിടക്കുകയാണ്, ഞാനിവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോയതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ അവരെ കാണുമ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച് നിർത്തിയെടുത്തുനിന്ന് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഓഫ് കൺസേൺ ചോദിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങും ആൻഡ് വി ഹാവ് എ റീസൺ ടു ടേക്ക് ദ കോൺവെർസേഷൻ ഫോർവേഡ്. ആൻഡ് നമ്മൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യങ്ങളിൽ ഒതുക്കിയാൽ മതി, ഉത്തരങ്ങൾ അവർ പറഞ്ഞോളും. നമ്മൾ എല്ലാ പ്രാവശ്യം ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ അവരെ കേട്ടിരിക്കുമ്പോഴാണ്. ആക്ച്വലി ഇപ്പം നമുക്ക് ഇല്ലാത്തതും അതാണല്ലേ, നമ്മൾ പറയുന്നതെല്ലാം കേട്ടിരിക്കാൻ ആൾക്കാരില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആളായിക്കൂടാ? അങ്ങനെ തന്നെ നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്തുകൂടാ? നമ്മൾ ആദ്യത്തെ 3 ടിപ്പ് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനാണ്. ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ അത് ലോങ് ടേം റിലേഷൻഷിപ്സ് ആവണം എന്നില്ല, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളാവണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്സ് കുറച്ചുകൂടെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ എന്ത് ചെറിയ കാര്യം ചെയ്താലും വെറുതെ തള്ളി മറിക്കരുത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെയല്ല, ഒരാൾ നല്ല കാര്യം ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ അവരെ കാണുമ്പോൾ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അവർക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയാം. നമ്മളൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുക അല്ലേ. ഇന്ന് വരെ ആരെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആരും വിഷമിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ ചെയ്ത ആ കാര്യം അത് നല്ലതായിരുന്നു കേട്ടോ, അത് ആരും ഓർക്കാത്തൊരു കാര്യമാണ്, നിങ്ങളത് ചെയ്തല്ലോ,
ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വീട്ടിലായിക്കോട്ടെ, പേഴ്സണൽ റിലേഷനിലായിക്കോട്ടെ, കോർപ്പറേറ്റ് എൻവയറമെൻറ്റിലായിക്കോട്ടെ, എവിടെയായാലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് നിങ്ങളുടെ നിന്ന് കിട്ടുന്ന വൈബ്സ് എല്ലാം പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് കണക്ട് ചെയ്യാനും താല്പര്യപ്പെടും. നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു സ്ഥാനം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻട്രോവേർട്ടിസം ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് അതേഴ്സ്. നമ്മൾ ഈ ആൾക്കാരുടെ ക്വാളിറ്റീസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള വേറൊരു ടൂളാണ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ്, എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 5, എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കിപ്പോൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു തന്നിരിക്കട്ടെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ? അവർ ചെയ്തൊരു കാര്യം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? നമ്മൾ രാവിലെ ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മൾ പെട്ടെന്ന് ബാഗോ ഷൂസോ ബെൽറ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഫയലോ മിസ്സിങ് ആണെങ്കിൽ അവരത് എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൂടാ? തീർച്ചയായിട്ടും നമ്മളങ്ങനെ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും അല്ലേ? നമ്മൾക്കിപ്പോൾ ഓക്കെ എന്നാൽ നമുക്കൊരു സാധനം എടുത്തു തരികയാണ്, അപ്പോൾ നമ്മൾ പറയണം ഓക്കെ നിങ്ങളത് എടുത്തു തന്നാൽ നന്നായി, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റി, ഇന്ന് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റി എന്ന് ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ ഓഫീസിൽ നമ്മുടെ ഒരു ടീം മെമ്പർ, അത് സബോർഡിനേറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്കൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അത് എപ്പോഴും നമ്മളെയും അവരെയും പോസിറ്റീവാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ പറഞ്ഞ 5 ടിപ്സും ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഇൻട്രോവേർട്ട് വ്യക്തിയാണ്, ഇതെല്ലാം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ റിയാക്ഷൻസ് വരുന്നത് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കൂടുതൽ കോർപ്പറേറ്റ് ടിപ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻസ് ആയിട്ട് തന്നെ ഇടണം. ഞങ്ങൾ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Thank you for now and wishing you a great day. This is Sindhu Nandakumar, Corporate Psychologist at Atmasutra Mindcare. Thank you.